എക്സാമൊക്കെ കഴിഞ്ഞിട്ട് ബുക്ക് പഠിച്ചിട്ടോ സിലബസ് എന്തായിരുന്നു എന്ന് നോക്കിയിട്ടോ വല്ല കാര്യമുണ്ടോ? നിങ്ങൾ സ്പെഷ്യലാണ് എന്നൊക്കെ അവർക്ക് അറിയാം. സ്പെഷ്യലാണേൽ നിങ്ങളുടെ അടുത്തെത്താൻ യൂണിവേഴ്സ് എൻട്രി പാസ് വെക്കും. ആ ഒന്നുമല്ല നിങ്ങൾ എന്ന് സാരം. നിങ്ങളുടെ കെയറിങ്, നിങ്ങളുടെ ക്ഷമ, നിങ്ങളുടെ സ്നേഹം എല്ലാം അവർ ചിന്തിക്കുന്ന സമയം വരും. അന്നവർക്ക് സമയം ഇല്ലായിരുന്നു ഓർക്കാൻ. നിങ്ങൾ ചെയ്തു കൊടുത്ത ഓരോ സാമ്പത്തിക സഹായങ്ങളും ഓരോ പ്രതിസന്ധിയിലും കൂടെ നിന്നതും ടെൻഷൻ അടിച്ച് നടന്നപ്പോഴൊക്കെ കെയർ ചെയ്തതും രോഗങ്ങളൊക്കെ വന്നപ്പോഴൊക്കെ കൂടെ നിന്നതും താങ്ങായും തണലായും ഒരുപാട് ഹെൽപ്പ് ചെയ്തതും ഒക്കെ അവർക്ക് ഓർക്കാൻ അപ്പോൾ സമയം ഇല്ലായിരുന്നു. തിരക്കിലായിരുന്നു. സിസ്റ്റം മൊത്തത്തിൽ ഹാങ് ആക്കിയിട്ട് എല്ലാം യൂണിവേഴ്സ് ഇനി അവരുടെ തലയിലോട്ട് ഇട്ടങ്ങ് കൊടുക്കും. HD ക്വാളിറ്റിയിൽ മെമ്മറി പ്ലേ ചെയ്യേണ്ടി വരും. സമാധാനം കിട്ടൂല. സ്വന്തം ലൈഫിൽ വട്ടം കറക്കി കറക്കി മെഷീനിൽ കറങ്ങുന്നത് പോലെ കറക്കും. അതിനുള്ള അവസരമൊക്കെ കൊടുക്കും. എന്ത് പറഞ്ഞാലും നിങ്ങൾ സാധിച്ചു കൊടുത്തിട്ടില്ലേ? നിങ്ങൾക്ക് ഉണ്ടോ ഇല്ലയോ ഒന്നൊന്നും നിങ്ങൾ നോക്കിയിട്ടില്ല. അത്രമാത്രം സ്നേഹത്തോടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടും നിങ്ങളെ അവർ തള്ളിമാറ്റി വലിച്ചെറിഞ്ഞില്ലേ? നിങ്ങൾക്ക് ഹൃദയം തകരും എന്ന് അറിയാമായിരുന്നിട്ടും ചെയ്തു കൂട്ടിയ പ്രവൃത്തികൾ, രഹസ്യമായി ചെയ്തതൊക്കെയും മുകളിലിരിക്കുന്ന CCTV യൂണിവേഴ്സിൻ്റെയാ. മൊത്തത്തിൽ വലിച്ച് താഴെയിടും. അട്ടപടലം പൂട്ടും. കാരണം യൂണിവേഴ്സ് ലെസൺ പഠിപ്പിക്കാനാണ് ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇട്ടുകൊടുക്കുന്നത്. പാഠം പഠിക്കുക എന്നത് അവർക്കും സെൽഫ് റെസ്പെക്റ്റ് എന്താണ്, ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ടത് എങ്ങനെ, എപ്പോൾ എന്ന് നിങ്ങൾക്കും പഠിപ്പിച്ചു തരും. ഒറിജിനലിനെ വിട്ട് ഡ്യൂപ്ലിക്കേറ്റിനെയൊക്കെ എടുത്താൽ ഡ്യൂപ്ലിക്കേറ്റിന് എത്ര ആയുസ്സുണ്ട്? ഈ ഗ്യാരണ്ടി വിളയ്ക്കും മാലയ്ക്കുമൊക്കെ 6 മാസം കളറ് ഫെയ്ഡാവാതെ ഇരിക്കുമോ എന്ന് പറഞ്ഞതുപോലെയാണ് ഈ തേർഡ് പാർട്ടി. പാഠം പഠിപ്പിക്കാൻ കൊടുക്കുമ്പോഴാണ് നിങ്ങൾ എത്ര നല്ലതായിരുന്നു എന്ന് അവർക്ക് യൂണിവേഴ്സ് മനസ്സിലാക്കി കൊടുക്കുന്നത്. പശുവിൻചത്ത് മോരിലെ പുളിയും പോയിട്ട് ഇനി പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അവർക്ക് ആരെയും സ്നേഹിക്കാൻ അറിയില്ല. പ്രാക്ടിക്കൽ ക്ലാസ് ഓൺലി. കാശ് വേണം, അവരെ ധാര കോരണം. തിയറിയും വൈവയും ഞങ്ങൾ പഠിക്കൂല. ആ ടൈപ്പ് ടീംസാണ്. യൂണിവേഴ്സിന് പ്രാക്ടിക്കലില്ല. ഓൺലി തിയറിയും വൈവയും PhD വരെ പഠിപ്പിക്കും. നിങ്ങൾ വെറുതെ കോംബോ ഓഫർ പോലെ ഒന്നെടുത്ത 5 ഫ്രീ. കൺഫ്യൂഷൻ ഓവർ തിങ്ക് എടുത്ത് തലയിൽ വെക്കരുത്. എൻ്റെ കൊച്ചേ, നിനക്ക് ബെറ്റർ ഫ്യൂച്ചർ വെയിറ്റിംഗ് ആണ്. നീ ഇങ്ങനെ അവരെ ഓർത്തിരുന്നാൽ പറ്റൂല കേട്ടോ. ക്യൂൻ എനർജിയാണ്, കിങ് എനർജി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ലൈഫിൻ്റെ ഓൾഡ് വേർഷനൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്യൂ. ന്യൂ വേർഷൻ അപ്ഡേറ്റിന് റെഡിയായിരിക്കുകയാണ് എന്ന് യൂണിവേഴ്സ്. നിങ്ങളുടെ വ്യക്തി വിചാരിക്കുന്നത് അവരെന്തോ സംഭവമാണെന്നാണ്. ഞാൻ നോക്കുന്നവരെല്ലാം എൻ്റെ പിന്നാലെ വരുന്നുണ്ട്. ചക്കപ്പഴത്തിൽ ഈച്ച ഇരിക്കുന്നത് പോലെ എല്ലാവരും എന്നെ ഇഷ്ടപ്പെടുന്നു. എൻ്റെ അടുത്ത് വന്നിരിക്കുന്നു. ഫ്രീ വൈഫൈ കിട്ടിയാൽ എല്ലാവരും കണക്റ്റ് ആവും. സ്വാഭാവികമാണെന്ന് യൂണിവേഴ്സ്. അല്ലാതെ സ്പെഷ്യലൊന്നും ഉണ്ടായിട്ടല്ല എന്ന് പറഞ്ഞാൽ പുച്ഛിക്കുന്നു. വേണം, നല്ലതാണ്. തേർഡ് പാർട്ടി അവരോട് പറയും, നീ വളരെ ഡിഫറൻ്റാണ്, എനിക്ക് നീ സ്പെഷ്യലാണ് എന്ന്. അവർ ഓർക്കും, തേർഡ് പാർട്ടിക്ക് എന്നെ എന്തൊരു അണ്ടർസ്റ്റാൻഡിങ് ആണ്, ഞങ്ങൾ നല്ല ഹാപ്പിയാണ്. ഹോ യൂണിവേഴ്സ് പറയുന്നത് 2 പേരും ഓസ്കാർ ഡയലോഗ് പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ തിരക്കിലാണ് എന്ന്. ആക്ടിങ് അത്രമാത്രം മികച്ചു നിൽക്കുന്നുണ്ട്. തേർഡ് പാർട്ടിക്ക് അവരെ നോക്കണം, വാലിഡേഷൻ കിട്ടണം എന്നൊക്കെ ഉള്ളൂ. ഡ്രാമയിലാണ് ഇൻട്രസ്റ്റിംഗ്. ലവ് സ്റ്റോറി ഒന്നും അല്ല അതൊക്കെ വെറുതെ നെറ്റ്ഫ്ലിക്സിലെ ട്രയൽ വേർഷൻ മാത്രമാണ്. എന്നാലും നിങ്ങളുടെ വ്യക്തിക്ക് അവർക്ക് ഫ്യൂച്ചർ ഉണ്ടോ എന്നാണ് അറിയേണ്ടുന്നത്. ഗൂഗിൾ മാപ്പ് പോലും ലൊക്കേഷൻ ഫിക്സ് ആയിട്ടില്ല. ഇവിടെ ഫ്യൂച്ചർ ചോദിക്കുന്നു. തേർഡ് പാർട്ടി വിട്ടിട്ടില്ല. ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ല. ഡ്രാമ ഫ്രീ ആയിട്ട് നടക്കുന്നതേ ഉള്ളൂ. 2 വശവും ബാലൻസ് ചെയ്യാൻ അവർ ശ്രമിക്കുകയാണ്. അവർ 2 കുടുങ്ങിക്കിടക്കുകയാണെന്ന് തന്നെയാണ് ഫസ്റ്റ് കാർഡ് പറയുന്നത്. 2 ലോകങ്ങളിൽ ഇരിക്കുകയാണവർ. നിങ്ങൾ എന്തായാലും വേദനിച്ചു, പക്ഷേ
ഹീലിംഗ് ഒക്കെ നിങ്ങൾക്ക് നടന്നിട്ടുണ്ട്. നിങ്ങൾ പവർഫുൾ ആയിട്ടും ഉണ്ട് എന്നാണ് ഈ സ്പ്രെഡ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് ലഭിക്കും എന്ന എനർജിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഏസ് ഓഫ് കപ്സും ഏസ് ഓഫ് പെന്റക്കിൾസും വീൽ ഓഫ് ഫോർച്യൂണും എല്ലാം വന്നിട്ടുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഒരു മേജർ ഷിഫ്റ്റ് നടക്കാൻ പോകുകയാണ്. നിങ്ങൾക്ക് സക്സസ് ഉണ്ടാകും, സ്റ്റെബിലിറ്റി ഉണ്ടാകും, സ്നേഹം ഉണ്ടാകും. എല്ലാം പോസിബിളാണ്. ഡിവൈൻ ടൈം അത് യൂണിവേഴ്സിൻ്റെ കയ്യിലാണ്. ഓരോരുത്തരുടെയും കണക്ക് നോക്കുന്നത് യൂണിവേഴ്സാണ്. റീയൂണിയൻ ഉണ്ട് എന്നാണ് ഈ സ്പ്രെഡ് സൂചിപ്പിക്കുന്നത്. അവർ കംപ്ലീറ്റ്ലി ക്ലിയറായി വന്നിട്ടില്ല. അവർക്ക് ഇപ്പോഴും ഒരു കൺഫ്യൂഷനിൽ പെട്ടി ഇരിക്കുകയാണ്. പക്ഷേ യൂണിവേഴ്സായിട്ട് തന്നെ കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടാക്കും. നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടാണെങ്കിലും കരിയറിലാണെങ്കിലും ശരിയായി ഫോക്കസ് ഉണ്ടോ എങ്കിൽ വിജയം ഉറപ്പാണ് എന്ന് യൂണിവേഴ്സ് ഉറപ്പിച്ചു പറയുന്നുണ്ട് ഈ സ്പ്രെഡിൽ. നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇത്തിരി കൂടി ഫോക്കസ് ചെയ്യണം, ബാലൻസ് കൊണ്ടുവരണം ലൈഫിൽ. അവർ വരുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ട് നിൽക്കാതെ ടൈം ആകുമ്പോൾ അവർ വന്നോളും എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. യൂണിവേഴ്സ് വേണ്ടത് ചെയ്തോളും. അറ്റാച്ച്മെൻ്റ് ഒക്കെ ഒന്ന് റിലീസ് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാം വേഗത്തിൽ നിങ്ങളിലേക്ക് എത്തും. നിങ്ങൾക്ക് ഓൾറെഡി മുന്നോട്ട് പോകാനുണ്ട്, നിങ്ങൾക്കത് അറിയാം. എന്നാലും പിന്നെയും പിന്നിലേക്ക് നോക്കി നിൽക്കുകയാണ്. ഈ കെട്ടി ചെക്കൻ വീട്ടിൽ പോകാൻ ഇറങ്ങുമ്പോൾ കരയുന്ന കല്യാണ പെണ്ണിനെ പോലെ ചെക്കൻ്റെ വീട്ടിൽ പോകണം. അതാണ് തൻ്റെ ലോകം ഇനി എന്നും അറിയാം. നാളെ അച്ഛനും അമ്മയും വിരുന്നുവിളിക്കൊക്കെ വരുമെന്നും പെണ്ണിനറിയാം. എന്നാലും എല്ലാവരും ഉണ്ടെന്നറിയാമെങ്കിലും കരഞ്ഞോണ്ട് നിൽക്കും, അച്ഛനെയും അമ്മയും വിട്ടു പിരിയുന്നതോർത്ത് എന്ന് പറയുന്നത് പോലെയാണ് നിങ്ങളുടെ കാര്യം. മുന്നോട്ട് പോകണം, പോയേ പറ്റൂ, വരേണ്ടവർ നാളെ വന്നോളും എന്നെല്ലാം അറിയാമെങ്കിലും നോക്കി നിൽക്കുക. എന്തിനാ? യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള ഡോർ യൂണിവേഴ്സ് ഓപ്പൺ ആക്കി കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ഇപ്പോഴും സെയിം ഓൾഡ് സ്റ്റോറി നോക്കി നിൽക്കുകയാണ് നിങ്ങൾ എന്ന്. നിങ്ങൾ നിങ്ങളുടെ കരിയറിൽ ഫോക്കസ് ചെയ്യണം, സെൽഫ് റെസ്പെക്റ്റ് ഉയർത്തണം, നിങ്ങൾക്ക് ഒരു വിലയുണ്ട് എന്ന് മനസ്സിലാക്കണം, അറ്റാച്ച്മെൻറ്റ് കുറയ്ക്കണം, വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സ്വഭാവവും കുറയ്ക്കണം. കാലിൽ നിന്ന് കഴിക്കാതെ പോകാൻ നോക്കാൻ യൂണിവേഴ്സ് പറയുന്നുണ്ട്. നിങ്ങൾ ജയിക്കും, അവർ മാറിയാലേ നിങ്ങൾ ഹാപ്പി ആകൂ എന്നുള്ള മൈൻഡ് സെറ്റ് ആദ്യം എടുത്തങ്ങ് മാറ്റണം. ചേഞ്ച് ഈ നിമിഷത്തിൽ കൊണ്ടുവരണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ ലൈഫ് റീസെറ്റ് ചെയ്യുകയാണ് യൂണിവേഴ്സ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ വീക്ക് പേഴ്സൺ അല്ല, നിങ്ങൾ അൺലക്കിയും അല്ല. നിങ്ങളെ വിലമതിക്കാത്ത മനുഷ്യരെ നിങ്ങളും മൈൻഡ് ചെയ്യേണ്ട. അവർക്ക് അതിനുള്ള യോഗ്യതയില്ല. നിങ്ങൾ പിന്നാലെ നടക്കുന്നത് നിർത്തുമ്പോൾ നിങ്ങൾക്ക് വേണ്ടതൊക്കെ നിങ്ങളെ തേടി എത്തും. ലൈഫ് അപ്ഗ്രേഡ് ആക്കിയാൽ എല്ലാവരും തനിയെ വന്നോളും. ഡയമണ്ടായ നിങ്ങൾ നിങ്ങളെ വിലമതിക്കണം. ഈ കുബി ക്ലാസിൻ്റെ വില പോലും ഇല്ലാത്തവർക്കൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത് അവരെ ഇംപ്രസ് ചെയ്യാൻ ട്രൈ ചെയ്തുകൊണ്ട് നിൽക്കരുത്. ഈ കിലുക്കത്തിലെ ജഗദീഷ് ശ്രീകുമാർ പറയുമല്ലോ, കോയിൻ്റെ മണം വരുന്നെന്ന് പറയുമ്പോൾ പോയി കിടന്നുറങ്ങുമെണ്ണേ എന്ന് പറയുന്നത് പോലെ പോയി നിങ്ങളുടെ കാര്യം നോക്കൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ പൈസയെ തേടി ഓടിപ്പോവണ്ട, ഞാൻ പൈസയെ നിങ്ങളുടെ പിന്നാലെ അയക്കും, പോരെ എന്നാണ് ഈ ഒരു സിട്രിൻ ബ്രേസ്ലെറ്റ് ധരിച്ചാൽ നിങ്ങൾക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് കോൺഫിഡൻസ് ആദ്യം കൊണ്ടുതരും, ക്യാഷ് പിന്നീടും തരും. സിട്രിൻ എനർജി അങ്ങനെയാണ്. ഓവർ തിങ്ക് വന്നാൽ ഇത് നിങ്ങളോട് പറയും, ചിൽ ബോസ്, നിങ്ങൾ ജനിച്ചതേ ഷൈൻ ചെയ്യാനാണ് എന്ന്. നിങ്ങൾക്ക് സ്ട്രെസ്സ് വന്നാൽ ഇത് സോഫ്റ്റ് മോഡാകും. മൂഡ് വന്നാലോ സൂപ്പർ സ്റ്റാർ മോഡിലേക്ക് മാറ്റും. ഇൻ്റർവ്യൂ ഉണ്ടോ, മീറ്റിംഗ് ഉണ്ടോ, ബിസിനസ് കോൾ വന്നോ, പേടി വേണ്ടേ വേണ്ട. ഇത് കയ്യിലുണ്ടെങ്കിൽ കോൺഫിഡൻസ് ആണ്. നിങ്ങൾക്കും മുന്നേ മേശപ്പുറത്തെത്തും. പ്രൊമോട്ടബിൾ വൈബ് കിട്ടുകയും ചെയ്യും. ഹൃദയത്തിൽ ഇരുട്ട് വന്ന് സാഡാണെങ്കിൽ സിട്രിൻ കയ്യിലുണ്ടോ, ലൈറ്റ് മോഡ് ഓണാകും. നിങ്ങൾ സ്വപ്നം ചിന്തിച്ചാൽ മതി, അപ്പോഴേ നോട്ട് ചെയ്ത് അത് യൂണിവേഴ്സിൻ്റെ സെർവറിൽ എത്തിക്കും. ഡ്രീം പ്രോസസ്സിംഗ് നടത്തി റിയാലിറ്റി ലോഡിംഗ് ഇട്ട് സക്സസ് ആക്കി കയ്യിൽ തരും.